ഇത് ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റ് പർപ്പസിൽ മാത്രം നമ്മൾ ചെയ്ത് നോക്കുകയാണ് ജസ്റ്റ്. അതുകൊണ്ട് വേറെ ആരും തന്നെ ഇത് ചെയ്ത് നോക്കാൻ പോകണ്ട, അതാണ് ഏറ്റവും നല്ലത്. ഗൈസ്, എന്തായാലും അടുത്ത മാസമാണ് നമ്മുടെ ദീപാവലി. അപ്പം നമുക്ക് ആ ദീപാവലിക്കൊക്കെ നമ്മൾ പൊട്ടിക്കുന്നൊരു സാധനമാണ് ഈ സ്കൈ ഷോട്ട് എന്ന് പറഞ്ഞ സാധനം. നമ്മുടെ മണ്ടയ്ക്ക് പോയി പൊട്ടിത്തല്ലേ ആ ഒരു സാധനം. അപ്പോൾ നമുക്ക് ഇന്നൊരു ഐഡിയ തോന്നി, നമുക്ക് ആ ഒരു സ്കൈ ഷോട്ടിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ ഒന്ന് ഉണ്ടാക്കിയാലോ എന്ന്. മിനിയേച്ചർ വേർഷനിലുള്ള സാധനം വർക്കിംഗ് കണ്ടീഷനിലും ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതേപോലെ ഒരു ചെറിയൊരു ലോകത്തിലെ ഏറ്റവും ചെറിയൊരു സ്കൈ ഷോട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഞാൻ ഒട്ടും വൈകിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു സ്കൈ ഷോട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ളൊരു പഴയൊരു ഓയിൽമെൻറ്റിൻ്റെ ഒരു കവർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രെയിമിന് വേണ്ടി ജസ്റ്റ് അതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് ഈ കട്ട് ചെയ്തെടുത്ത പീസ് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ പഴയ ഒരു പേനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെൻസിലോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതേപോലെ അങ്ങോട്ട് റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു തീർന്ന പേനയുടെ ഒരു ബോഡിയിലാണ് റോൾ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ഫെവിക്വിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലൂ വെച്ച് നമുക്ക് ഇതേപോലെ നല്ലപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഈ കുഞ്ഞൻ സ്കൈ ഷോട്ട് ഉണ്ടാക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പ് ഇവിടെ തീർന്നു. ഇപ്പോൾ ഞാനാണെങ്കിൽ ഒരു ചെറിയൊരു ഓയിൽമെൻറ്റിൻ്റെ ഒരു കവർ കിട്ടിയപ്പോൾ അത് വെച്ചാണ് ഉണ്ടാക്കി നോക്കുന്നത്. നമുക്ക് ഇപ്പോൾ കടയിൽ നിന്ന് പേസ്റ്റൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അതിൻ്റെ കവറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ ചെറിയ ബോക്സ് കവറുകളൊക്കെ കിട്ടുവാണെങ്കിൽ അതൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇനി എന്തായാലും നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. അതിന് നമ്മൾ ആദ്യം തന്നെ എടുത്ത പോലെ ചെറിയൊരു പീസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആ ഒരു ഫ്രെയിം ഉണ്ടാക്കിയത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു പെൻസിൽ കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അത് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കണം. ഈ ഒരു മാർക്ക് ചെയ്തെടുക്കുന്ന റൗണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സൈഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തുകൊണ്ട് ഇവിടെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരെ നമ്മൾ ഉണ്ടാക്കി ഒരു സൈഡിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഗ്ലൂ ചെയ്ത് ഒട്ടിക്കണം. ഗ്ലൂ ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാം നല്ലപോലെ ഒട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. കാരണം നമ്മൾ ഇതൊക്കെ പൗഡർ നിറയ്ക്കുമ്പോഴത്തേക്കും ആ ഒരു സാധനം ഇടയ്ക്കൊന്നും പോകരുത്. അങ്ങനെ ഫ്രെയിമും എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിറയ്ക്കാനുള്ള പരിപാടി എന്തുവാ നോക്കാം. അപ്പോഴത്തേ നമ്മളിവിടെ ഒരു തീപ്പെട്ടി എടുത്തിട്ടുണ്ട്. ഈ ഒരു തീപ്പെട്ടിയിലാണ് നമ്മുടെ ആ ഒരു പൗഡർ നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ ഒരു തീപ്പെട്ടിക്കകത്ത് തീപ്പെട്ടിക്കുള്ളിൽ നിന്ന് നമുക്കിതിൻ്റെ മരുന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ആ ഒരു തീപ്പെട്ടിക്കകത്ത് എല്ലാ തീപ്പെട്ടിക്കുള്ളിയും നമ്മൾ മരുന്ന് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്ത് ഇവിടെ നിന്ന് പൊടിച്ച് നല്ല പൗഡർ പോലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരെ നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിരുന്ന ആ സ്കൈ ഷോട്ടിൻ്റെ അകത്തേക്ക് ഇങ്ങനെ നിറച്ചു കൊടുക്കുക. എന്തായാലും ഇത് നിറയാൻ മാത്രമൊന്നും നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല, ജസ്റ്റ് ആ ഒരു അടിയിൽ ഒരു ലെയർ മാത്രം കിടന്നാൽ മതി. നമ്മൾ ഈ പൊട്ടിക്കുന്ന ശരിക്കുള്ള സ്കൈ ഷോട്ടിൻ്റെ അടിയിൽ ഇതേപോലെ ഒരു പൗഡർ പോലെ സാധനമായിരിക്കും ആദ്യം, അത് കഴിഞ്ഞൊരു ഗുണ്ട് പോലെ സാധനമായിരിക്കും, അതാണ് മണ്ടയ്ക്ക് പൊട്ടുന്നത്. ഇനി എന്തായാലും നമ്മൾ ആ ഒരു പൗഡർ ഇട്ട് കഴിഞ്ഞിട്ട് ചെറിയൊരു പേപ്പറിൻ്റെ പീസ് ഇതേപോലെ ചുരുട്ടിയിട്ട് അതിനകത്തേക്ക് കുത്തി കയറ്റി കൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ശരിക്കും നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് അടിയിൽ എത്തിച്ച് കുത്തി നിർത്തേണ്ടതാണ്. അങ്ങനെ നമ്മൾ പെൻസിലിൻ്റെ ഒരു സഹായത്തോടെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് നല്ലപോലെ കുത്തി അടിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ അടച്ചു കൊടുത്ത ഒരു തീപ്പെട്ടിയുടെ ആ ഒരു പൗഡർ അത്യാവശ്യം നല്ല ടൈറ്റായി തന്നെ താഴെ ഇരിക്കുകയാണ്. ഇനി നമുക്ക് താഴെ തന്നെ ആയിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കണം. ഈ ഹോൾ ഇടുന്നിടത്താണ് നമ്മുടെ ആ ഒരു തിരി വരുന്ന സ്ഥലം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു സെറ്റിപ്പം വെച്ചിട്ട് നല്ല അകത്തോട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ തിരി നമ്മൾ തന്നെ ഉണ്ടാക്കിയാണ്. നമ്മുടെ ആ ഒരു തീപ്പെട്ടിയുടെ ആ ഒരു പൗഡർ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു തിരിയാണ്. നമ്മുടെ ആ ഒരു സ്കൈ ഷോട്ടിൻ്റെ താഴ്വശം നമ്മൾ ക്ലോസ് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്തെടുത്ത പോലെ ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ പിന്നെ ഒരെണ്ണം കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ ആ ഒരു സ്കൈ ഷോട്ടിൻ്റെ മണ്ടവശം കൂടെ നമുക്ക് ഇതേപോലെ ക്ലോസ് ചെയ്ത് നല്ലപോലെ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ എന്തായാലും നമ്മുടെ ആ ഒരു കുഞ്ഞൻ സ്കൈ ഷോട്ട് ഇവിടെ മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് പെട്ടെന്ന് ആ ഒരു വലിയ സ്കൈ ഷോട്ട് ചെറിയൊരു മിനിയേച്ചർ സ്കൈ ഷോട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയാണ്. അതും വെറും സിമ്പിളായിട്ട്, അതും സാധാരണ ഒരു സ്കൈ ഷോട്ടിൻ്റെ പോലെ തന്നെ അകത്തൊക്കെ മരുന്ന് നിറച്ചിട്ടുള്ള ഒരു കുഞ്ഞൻ സ്കൈ ഷോട്ട്. ഒരു റിയൽ സ്കൈ ഷോട്ട് പൊട്ടുന്ന പോലെ മണ്ടയ്ക്ക് പോയി പൊട്ടത്തൊന്നുമില്ലെന്ന് നമുക്കറിയാം. എന്നിരുന്നാലും ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എന്താണെന്നില്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. ലോകത്തിലെ അങ്ങനെ ഏറ്റവും ചെറിയ സ്കൈ ഷോട്ട് കണ്ട, ചെറിയ സ്കൈ ഷോട്ടിൻ്റെ മിനിയേച്ചർ നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. മിനിയേച്ചർ എന്ന് പറഞ്ഞാൽ ഇത് വർക്കിങ്ങിന് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, നമ്മുടെ ആ ഒരു തീപ്പെട്ടിയുടെ പൗഡറൊക്കെ ഒന്ന് ഇട്ട് ഒന്ന് നോക്കിയതാണ്. നമുക്കിതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ചുകൂടെ നോക്കണം, റിസൾട്ടോടെ നോക്കണം എന്തെങ്കിലും ഉണ്ടാവുമോ. എന്തായാലും നമ്മളൊരു റിയൽ സ്കൈ ഷോട്ടിൽ പ്രതീക്ഷിക്കുന്ന പോലെ മണ്ടയ്ക്കുള്ള പൊട്ടിത്തെറി അങ്ങനെയൊന്നും കാര്യങ്ങളും പ്രതീക്ഷിച്ചില്ലെങ്കിലും ഇതിങ്ങനെ തന്നെ ഇരുന്ന് പൊട്ടിത്തെറിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പം എന്തായാലും നമ്മൾ എല്ലാം ടിപ്പ് ടോപ്പ് ഒരു സ്കൈ ഷോട്ട് എങ്ങനെയാണോ അതേ രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതെല്ലാം വളരെ സിമ്പിളായിട്ട് നമ്മൾ വേൾഡ് ഏറ്റവും ചെറിയൊരു സ്കൈ ഷോട്ട് നമ്മളിവിടെ ചെയ്തെടുത്തത്. ഇനി എന്തായാലും നമുക്കിത് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതെങ്ങനെയാണ് പൊട്ടിത്തെറിക്കുകയെന്ന് കാണാം. അങ്ങനെ നമ്മൾ ആ ഒരു ചന്ദനത്തിരി കത്തിച്ച് നമ്മൾ ആ ഒരു സ്കൈ ഷോട്ടിൻ്റെ തിരിയിലേക്ക് ചെറുതായിട്ടൊന്ന് തീ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടേ കത്തത്തുള്ളൂ, ചെറിയൊരു സ്കൈ ഷോട്ടല്ലേ. എന്തായാലും ഇത് കാണുന്ന നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ നോക്കിയിരിക്കുകയാണ് ഇതെങ്ങനെയാണ് പൊട്ടുന്നത്. എന്തായാലും പൊട്ടുമ്പോൾ മണ്ടയ്ക്കൊന്നും പോയി പൊട്ടത്തില്ലെന്ന് അറിയാം, എന്നാലും പൊട്ടുന്നതെന്ന് കാണാമല്ലോ. നമ്മളെന്തായാലും എന്തൊരു വലിയ സാധനത്തിൻ്റെ മിനിയേച്ചർ ചെയ്തെടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അത് അതേ രീതിയിലുള്ള ഒരു ചെറിയൊരു വർക്കിംഗ് കണ്ടീഷനിലൂടെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാടധികം സന്തോഷമായിരിക്കും. അങ്ങനെ ഇത് പൊട്ടുന്ന കാണാൻ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് നിൽക്കുമ്പോഴാണ് വേറൊരു പണി വന്നത്. ആ ഒരു പണി വന്നത് ഒരു കാറ്റിൻ്റെ രൂപത്തിൽ. പൊട്ടുന്നത് കാണാൻ പറ്റിയില്ലെങ്കിലും സാധനം എന്തായാലും പൊട്ടിയിട്ടുണ്ട്. നമുക്കറിയാം നമ്മളൊരു കുഞ്ഞൻ സ്കൈ ഷോട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വെയിറ്റും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ വലിയ വെയിറ്റ് ഇല്ലായിരുന്നു സാധനത്തിന്. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞൻ കാറ്റടിച്ചാൽ പോലും സാധനം പറന്ന് താഴെ പോകും. 2-3 വട്ടം കാറ്റടിച്ച് താഴെ പോയതായിരുന്നു. എന്തായാലും 3-ാമത്തെ വട്ടം കത്തിച്ച് കഴിഞ്ഞപ്പോൾ താഴെ പോവുകയും ചെയ്തു, താഴെ പൊട്ടുകയും ചെയ്തു. അങ്ങനെ അതും തീർന്നു.